Good morning, dear students. How are you all? I hope all of you are fine. Okay, then where we stop in the last class? Yes, we complete our 18th chapter. Okay, today we are going to discuss about our new chapter, degrees of comparison. Degrees of comparison. You already studied about it in the second standard. Okay, degrees of comparison. Okay, page number 63. All of you take page number 63. Page number 63. Degrees of comparison. Okay. Adjectives describes nouns. We use adjective in different form to compare two or more nouns. Okay. Adjectives describes noun. Adjective എന്താണ്? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ? We use adjective in different form to compare two or more nouns. ഒന്നിൽ കൂടുതൽ നൗൺസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ടാണ് ഉപയോഗിക്കുക. The different form of adjective used to show comparison are called degrees of comparison. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? Degrees of comparison എന്ന് പറയുക. Here there are 3 degrees of comparison. 3 degrees of comparison which are the positive comparison, superlative and comparative comparison. Okay, first one positive comparison. Positive comparison. Then next is comparative comparison. Comparative comparison and superlative. Next one superlative. Superlative. Okay, then first one positive and second one comparative, then superlative. These are the 3 degrees of comparison. Okay, 3 degrees of comparison. Okay, then let's learn more about them. Here, positive degree. First we are going to discuss about positive comparative degree. Okay, here the simple form of the adjective is known as positive degree. For example, simplest form ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് എന്ത്? പോസിറ്റീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ബിക്കോസ് ചാരു ഈസ് ടാൾ ഗേൾ, അമൃതാസ് ബാഗ് ഈസ് ഹെവി, രാജു ഈസ് സ്മാർട്ട് ബോയ്. ഹിയർ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാന്ന് പറഞ്ഞില്ലേ? അതിന് കാരണം എന്താ വെച്ചാൽ ഒന്നിനെ കുറിച്ച് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫോമാണ് എന്ത്? പോസിറ്റീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, ചാരു ഈസ് ടാൾ ഗേൾ. അവിടെ ആരെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്? ചാരു എന്നുള്ളൊരു കുട്ടീനെ കുറിച്ച് മാത്രമാണല്ലേ. ഹിയർ അമൃതാസ് ബാഗ് ഈസ് ഹെവി, അമൃതയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. രാജു ഈസ് സ്മാർട്ട്, രാജുവിനെ കുറിച്ച് മാത്രമാണ്. അവിടെ ഒന്നിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് എ സിംപിളസ്റ്റ് ഫോം ഓഫ് degrees of comparison. Positive comparison is the simplest form of degrees of comparison. ഇത് മാത്രം പോസിറ്റീവ് ഡിഗ്രീസ് ആണ് എന്ത്? ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഓക്കെ, then comparative degree. Next one is comparative degree. Comparative form. എന്താണ് comparative form എന്ന് നോക്കാം. The form of the adjective that help us to compare two nouns is known as the comparative degree. We usually use them after the comparative form of an adjective. ഇവിടെ എന്താണ്? കമ്പാരറ്റീവ് ഡിഗ്രി വരുമ്പോൾ അവിടെ 2 കാര്യങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യും. ഓക്കെ, 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമ്പയർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കമ്പാരറ്റീവ് ഡിഗ്രി. ഹിയർ ദ ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ദാറ്റ് ഹെൽപ്പ് us to compare two nouns known as comparative. 2 സാധനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റുകളെ കുറിച്ചോ 2 തിങ്സിനെ കുറിച്ചോ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്? കമ്പാരറ്റീവ് ഡിഗ്രി. ഓക്കെ, വി യൂഷ്വലി യൂസ് ദാൻ ആഫ്റ്റർ ദ കമ്പാരറ്റീവ് ഫോം ഓഫ് ആൻ അഡ്ജക്റ്റീവ്. ദാൻ എന്നുള്ള ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പാരറ്റീവ് ഡിഗ്രിയിൽ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ Shilpa is taller than Charu. Mahesh is smarter than Raju.
Chandini's bag is heavier than Amrita's. Okay, here Shilpa is taller than Charu. Shilpa is taller than Charu എന്ന് പറയുമ്പോൾ how many persons there? ചാരു ഉണ്ട് ശില്പ ഉണ്ട് 2 പേരുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആ 2 പേരെയും കമ്പയർ ചെയ്യുക ചെയ്തത്. അതാണ് എന്ത് കമ്പാരറ്റീവ് ഡിഗ്രി. ദെൻ മഹേഷ് ഈസ് സ്മാർട്ടർ ദാൻ രാജു. ഹിയർ മഹേഷ് ആൻഡ് രാജു അവർ 2 പേരെയാണ് സ്മാർട്ട് എന്നുള്ള ഒരു adjective വെച്ചിട്ട് കമ്പയർ ചെയ്തത് അല്ലേ. ദെൻ തേർഡ് വൺ ചാന്ദിനീസ് ബാഗ് ഈസ് ഹെവിയർ ദാൻ അമൃതാസ്. ചാന്ദിനീസ് ബാഗ് ഈസ് ഹെവിയർ ദാൻ അമൃതാസ്. ഹിയർ ചാന്ദിനിയുടെയും അമൃതയുടെയും അല്ലേ എന്താണ് ഹെവിയർ എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ട് 2 പേരെ എന്ത് ചെയ്തതാണ് കമ്പയർ ചെയ്തതാണ് അല്ലേ. ദിസ് ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി. 2 വസ്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ 2 ആളുകളെ കുറിച്ച് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഓക്കെ, കമ്പാരിറ്റീവ് ഡിഗ്രി. ഓക്കെ, ദെൻ these are the positive and comparative degree. Next we are going to discuss about superlative degree. Superlative degree. The form of the adjective that help us to compare more than 2 noun is known as superlative degree. We usually use the before the superlative form of adjective. Superlative degree എന്ന് പറയുമ്പോൾ അത് more than 2 2ൽ കൂടുതൽ നൗൺസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, മോർ ദാൻ 2 2ൽ കൂടുതൽ നൗൺസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി മോർ ദാൻ 2 ഈസ് നോൺ ആസ് സൂപ്പർലേറ്റീവ്. ഹെൽപ്പ് us ടു കമ്പയർ മോർ ദാൻ 2 nouns. മോർ ദാൻ 2 nouns ആണ് അല്ലേ. ഓക്കെ, ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഹിയർ എക്സാമ്പിൾ ഓഫ് ദാറ്റ് പേജ് നമ്പർ all of you take page number 64. Page number 64, some example here. Jyoti is the taller girl in our class. Jyoti is the tallest girl in our class. That means ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും കുറേ കുട്ടികളുണ്ടായിരിക്കും അല്ലേ എല്ലാ കുട്ടികളെയും തമ്മിൽ കമ്പയർ ചെയ്തു ആരുമായിട്ട് ജ്യോതിയുമായിട്ട് അല്ലേ. ഹിയർ ജ്യോതി ഈസ് ദ ടാളസ്റ്റ് ഗേൾ ഇൻ അവർ ക്ലാസ്. ജ്യോതിയാണ് ക്ലാസ്സിലെ ഏറ്റവും ടാളസ്റ്റ് ആയിട്ടുള്ള കുട്ടി. അപ്പോൾ കുറേ കുട്ടികളുണ്ട് അല്ലേ. Okay, then Kamal is the smartest in the group. Kamal is the smartest in the group. Okay, ആ ഗ്രൂപ്പിൽ കുറേ കുട്ടികളുണ്ട്. ഗ്രൂപ്പിൽ സ്മാർട്ട് ആരാണ് കമൽ. Okay, then Purnima's bag is the heaviest. Purnima's bag is the heaviest. Okay, this is the superlative degree. Okay, first one positive degree. Positive degree എന്ന് പറയുമ്പോൾ simplest form, only one thing is to compare. Okay, another comparative degree. Comparative degree here 2 persons or things object എന്തു ആവാം അല്ലേ 2 കാര്യങ്ങളെ കുറിച്ച് കമ്പയർ ചെയ്യുന്നതാണ് എന്ത് comparative degree. Then last one is superlative degree. Superlative degree എന്താണ് more than 2 2ൽ കൂടുതൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ പേഴ്സൺസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, ദെൻ here's a table. Now let's study this table to learn how we form comparative and superlative degrees of adjectives. Okay, here some rules ഉണ്ട്. എങ്ങനെ for most adjective മിക്കവാറും അഡ്ജക്റ്റീവിന് പോസിറ്റീവിലായിരിക്കും എന്താണ് സിംപ്ലസ്റ്റ് ഫോം ആണല്ലേ ഫാസ്റ്റ് ഗ്രേറ്റ് ലോങ് ഷോർട്ട്. കമ്പാരിറ്റീവിലായിരിക്കുമ്പോൾ എത്തുമ്പോൾ എന്താണ് ഈ ആർ എന്ന് ചേർത്ത് കൊടുക്കും. എങ്ങനെ ഫാസ്റ്റർ ഗ്രേറ്റർ ലോങ്ങർ ഷോർട്ടർ. ഓക്കെ, ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെത്തുമ്പോൾ EST ചേർത്ത് കൊടുക്കും. എങ്ങനെ ഫാസ്റ്റസ്റ്റ് ഗ്രേറ്റസ്റ്റ് ലോങ്ങസ്റ്റ് ഷോർട്ടസ്റ്റ്. ഓക്കെ, ദെൻ ഫോർ അഡ്ജക്റ്റീവ് വിത്ത് ഇനി ഈയിലാണ് ഒരു അഡ്ജക്റ്റീവ് അവസാനിക്കുന്നതെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി എങ്ങനെയായിരിക്കും ബ്രേവ് ക്യൂട്ട് ലാർജ് റെയർ എങ്ങനെയായിരിക്കും എക്സ്ട്രാ ആർ ചേർത്ത് കൊടുക്കും. കമ്പാരിറ്റീവിലാകുമ്പോൾ ബ്രേവ് ക്യൂട്ടർ ലാർജർ റെയർ. ഓക്കെ, ദെൻ നേരെ നെക്സ്റ്റ് സൂപ്പർലേറ്റീവിലാകുമ്പോഴോ ST ചേർത്ത് കൊടുക്കും. എങ്ങനെ ബ്രേവസ്റ്റ് ക്യൂട്ടസ്റ്റ് ലാർജസ്റ്റ് ആൻഡ് റെയറസ്റ്റ്. ഓക്കെ,
then for adjective ending with consonants plus y, consonants plus y യിലാണ് അവസാനിക്കുന്നത് എങ്കിൽ busy, happy, pretty, tiny ഇങ്ങനെയാണ് അവസാനിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് കമ്പാരിറ്റീവിലാവുമ്പോൾ ചേഞ്ച് y to IER എന്താണ് y മാറ്റി കൊടുത്തിട്ട് IER ചേർത്ത് കൊടുക്കുക. എങ്ങനെ busier, happier, prettier, tinier. ഓക്കെ ദെൻ സൂപ്പർലേറ്റീവിലാവുമ്പോഴോ ചേഞ്ച് y to IEST ചേർത്ത് കൊടുക്കുക. busiest, happiest, prettiest and tiniest. Okay, then for adjectives of one syllable with single consonants at the end. One syllable അവസാനിക്കെങ്കിൽ syllable എന്താണ്? It's a word or part of word that has only one vowel sound. Here one syllable ആണ് അവസാനിക്കുന്നതെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള കോൺസണൻസിലാണെങ്കിൽ fit, hot, thin, wet ഇങ്ങനെയുള്ള ആണെങ്കിൽ എന്താ ഡബിൾ ദ ലാസ്റ്റ് കോൺസണൻസ് ആഡ് ER എന്താണ് ലാസ്റ്റത്തെ കോൺസണന്റ് ആഡ് ഡബിൾ ചെയ്തിട്ട് ER ചേർത്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഫിറ്റർ, ദെൻ hotter, thinner, better. Okay, then double the last consonants and add EST. Fittest, hottest, thinnest and wettest. Okay, this is the rules of degrees of comparison. Okay, then page number 65. Another two rules also. For adjective with more than two syllables ആണെങ്കിൽ എന്തായിരിക്കും ബ്യൂട്ടിഫുൾ, കംഫർട്ടബിൾ, ഡേഞ്ചറസ്, പീസ്ഫുൾ ഇങ്ങനെയാണെങ്കിലോ യൂസ് മോർ ബിഫോർ ദ അഡ്ജക്റ്റീവ്. അത് കമ്പാരിറ്റീവിലാകുമ്പോൾ മോർ ചേർത്ത് കൊടുക്കുക. എങ്ങനെ മോർ ബ്യൂട്ടിഫുൾ, മോർ കംഫർട്ടബിൾ, മോർ ഡേഞ്ചറസ്, മോർ പീസ്ഫുൾ. അത് നേരെ സൂപ്പർലേറ്റീവിലാകുമ്പോഴോ മോസ്റ്റ് ചേർത്ത് കൊടുക്കുക. എങ്ങനെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് കംഫർട്ടബിൾ, മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് മോസ്റ്റ് peaceful. Okay, then next some adjective do not follow any other rules mentioned above. ചില എന്താണ് അഡ്ജക്റ്റീവിന് എന്ത് ബാധകമല്ല, റൂൾസ് ഒന്നും ഫോളോ ചെയ്യില്ല. എങ്ങനെ ഗുഡ്, മെനി, ലിറ്റിൽ, ബാഡ് അതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒക്കെ കമ്പാരിറ്റീവ് ഫോം എന്താ ബെറ്റർ, മോർ, ലെസ്, വേഴ്സ്. ഓക്കെ, ദെൻ സൂപ്പർലേറ്റീവ് ഫോംസോ best, most, least, worst. Okay, here good, better, best, many, more, most, little, less, least, bad, worst, worst. Okay, these are the three degrees of comparison. Which are the positive degree, comparative degree and superlative degree. Okay, then next we are going through our activity section, activity part. Okay, here complete this table with the correct form of the adjective one has been done for you. Okay, comparative, superlative എഴുതാനാണ്. Okay, first one is already there. Black, blacker, blackest. Okay, then smooth. Next is smooth. Smoothന്റെ എന്തായിരിക്കും? Okay, smooth. Second one is smooth. എന്തായിരിക്കും? Smooth. Smoother, smoothest. Smooth. Smoother, smoothest. Okay. Okay, all of you write in your textbook smoother, smoother, smoothest. Okay, then enjoyable. Next enjoyable. More syllables. Syllables കൂടുതലുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? Enjoyable. Enjoyable. More enjoyable. Then more enjoyable and most enjoyable. Most enjoyable. Okay, here lots of syllable. Syllable കൂടുതലുണ്ടല്ലേ. അപ്പോൾ എന്താണ്? More enjoyable and most
enjoyable. ഇനി dirty. Dirty. Dirty, how to write? Dirtier. Dirtier. Dirtiest. Dirtiest. Okay. Then next, cheerful. Cheerful. Okay, here more syllable. എന്താണ് syllables കൂടുതലാണ്. അപ്പോൾ എന്ത് ചേർത്ത് കൊടുക്കും? More cheerful. More cheerful and most cheerful. Most cheerful. Okay, most cheerful. Then sad. Second, next is sad. Then how to write? Sad. Saddest. Sadder. Sadder and saddest. Saddest. Okay, saddest. Then next, bad. Bad in നമ്മളൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നു. Bad is there is no rules. Then bad was worst. Okay, worst. Okay. Then last one, interesting. Interesting. Then there is lots of syllable because more interesting. Most interesting. Most interesting. Okay, here. Then once again I will tell smoothest. Then enjoyable, more enjoyable and most enjoyable. Dirty, dirtier, dirtiest. Cheerful, more cheerful, most cheerful. Sad, saddest, saddest. Bad, worst. Then interesting, more interesting and most interesting. Okay, this is the table. Okay, all of you write in your textbook this. Then page number 66. Page number 66. B activity. Fill in the blanks with the correct form of the adjectives in the bracket. One has been done for you. First one is already there. I am more interested in playing hockey than football. Here, then second one. My sister drawing is dash than my. Dan എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കുമെന്ന് പറഞ്ഞിരുന്നു? അതെന്താണ്? എന്ത് കമ്പാരിസൺ ആണ്? കമ്പാരിറ്റീവ് അല്ലേ? Then how to write? Better. My sister drawing is better. Second one, better. All of you write in your textbook better. Better than mine. Better than mine. Okay, third one. India is a dash country than Mexico. India is a dash country than Mexico. Big. മെക്സിക്കോയിൽ ഒരു കൺട്രി ബിഗ് കൺട്രി ആണ് എന്ത്? മെക്സിക്കോ. അപ്പോൾ എന്തായിരിക്കും? യെസ്, ബിഗ്ഗസ്റ്റ്. Sorry, bigger. Okay, bigger.
bigger. Okay, then dogs are said to be the dash of all animals. Faith എന്ന് വരുമ്പോൾ ഒരുപാട് ഫെയ്ത്ത്ഫുൾ എന്ന് വരുമ്പോൾ ഒരുപാട് സിലബിൾ ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും? യെസ്, മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ. മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ. Okay, then Rajasthan has a dash climate than Kerala. Rajasthan has a dash climate than Kerala. There is a two comparison, Rajasthan and Kerala, because dry. Yes, drier. Drier. Then sixth one. Platinum is a dash of all metals. Precious. എല്ലാ മെറ്റൽസിലും പ്രീഷ്യസ് ആയിട്ട് എന്താണ്? പ്ലാറ്റിനം ആണ്. അപ്പോൾ എന്തായിരിക്കും? ഒരുപാട് ഇതിനെക്കുറിച്ച് കമ്പയർ ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും? മോസ്റ്റ് പ്രീഷ്യസ്. ഓക്കെ, മോസ്റ്റ് പ്രീഷ്യസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ better, third one bigger, then fourth one most faithful, and fifth one drier, then sixth one most precious. Okay, this is the comparison. Okay, then C is your activity. C is your homework, then you do yourself, and 67 also your homework. Okay, review page. Okay, all of you do these activities yourself. Okay, then I hope all of you understand these three comparison. Which are the comparison? Degrees of comparison: positive, comparative, and superlative comparisons. Okay, then all of you read this chapter very well. If you have any doubt, you can ask me. Okay, we can wind up today's class. Thank you. Good morning, dear students. How are you all? I hope all of you are fine. Okay, then where we stop our last class? Yes, we complete our 16th chapter. Okay, 16th chapter. Today we are going to discuss about our new lesson, articles. You already studied about this last year, 3rd standard, 2nd standard, and 1st standard also. Okay, this is a simple chapter. I just explain where we use a and the. Okay, then I will give all activity for doing. Okay, then the words. All of you listen. Page number 69. Okay, the words a and the are called articles. A and an are called indefinite article, while the is called the definite article. These three articles help us to know whether a noun is specific or not. Okay, the word a and the called articles. A and the. There are three main there are three articles in English grammar, which are they? A and the. Okay, a and the. Okay, then here a and are the indefinite article. Here a and an is the indefinite article, and this is the is the definite article. Okay, don't forget it. Okay, a and definite article ആണ്, sorry, indefinite article ആണ്, the എന്നുള്ളത് definite article ആണ്. Okay, these three articles help us to know whether a noun is specific or not. ഒരു noun specific ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എ ആൻഡ് ദ എന്നുള്ള ആർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എ we use a before singular noun begin with a consonant sound. Example, a cup, a fish, a hat, a pineapple. Okay, here we use a before singular noun. ഒരു സിംഗുലർ നൗണിൻ്റെ മുൻപാണ് എന്ത് ഉപയോഗിക്കുന്നത്? എ എന്നുള്ള
ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് കോൺസണന്റ് സൗണ്ടിൻ്റെ മുൻപ് എന്താണ് ഉപയോഗിക്കുന്നത്? എ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കും. എക്സാമ്പിൾ, ഹിയർ സം എക്സാമ്പിൾ: എ കപ്പ്, എ ഫിഷ്, എ ഹാറ്റ്, എ പൈനാപ്പിൾ. ഓക്കെ, ദെൻ we use a when we talk about a person, place or animal in the first time. Okay, first time നമ്മൾ ഉപയോഗിക്കുന്നത് we use when we talk about ഒരു ആളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ കുറിച്ചോ ഒരു ആനിമലിനെ കുറിച്ചോ നമ്മൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കും? എ എന്നുള്ളത് ഉപയോഗിക്കും. we use a when we talk about a person, place, an animal or a thing for the first time. Okay, here are some examples here. I don't have a pencil. Can you lend me a sharpener? Okay, these are the some words begin with a vowel but the vowel has the sound of a consonant. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്ത്? some words beginning with a vowel. വവ്വലാണ് ഒരു വേർഡ് തുടങ്ങുന്നതെങ്കിലും but the vowel has sound of a consonant. പക്ഷെ അത് എന്തിലായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്? കോൺസണൻസിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെന്ത് ചെയ്യും? എ എന്നുള്ള ചേർത്ത് കൊടുക്കുക അല്ലേ? ഫോർ എക്സാമ്പിൾ, എ യൂണിഫോം, എ യൂണിവേഴ്സിറ്റി. ഓക്കെ, എ യൂണിഫോം, എ യൂണിവേഴ്സിറ്റി. Okay, these are the example of these two things. Okay, then although this words beginning with the vowel u, the beginning sound is yo, which is a consonant sound, so we use a before them. Okay, this is the specialty. Okay, then and next is and. We use and before a singular noun beginning with a vowel sound. Example, an army, an elephant, an igloo, an owl, an umbrella. Okay, we already told that എന്താണ് വവൽസിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചേർക്കുക? ആൻ എന്നുള്ളത് ചേർക്കുക. വിച്ച് ആർ ദ വവൽസ്? എ, ഇ, ഐ, ഒ, യു. ഓക്കെ, ദെൻ we use an and before a singular noun beginning with a vowel sound. Example, an army, an elephant, an igloo, an owl, an umbrella. Okay, we use and when we talk about a person, place or animal this first time. അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു പേഴ്സണെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം പറയുന്നത് അപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാൻ എന്നുള്ളത് ഉപയോഗിക്കും. ഓക്കെ, ഹിയർ സം എക്സാമ്പിൾസ്. ഡു യു ഹാവ് an eraser? I will eat an orange now. Page number 17. Some words begin with a consonants, but the consonant has the sound of vowel. അതുപോലെ തന്നെയാണ് എന്തും some words beginning with a consonant. കോൺസണൻസിൽ തുടങ്ങുമെങ്കിലും എന്തിൽ അവസാനിക്കും? ചിലത് കോൺസണൻസിൽ തുടങ്ങിയെങ്കിലും അതിന് വവൽ സൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ആൻ എന്നുള്ളത് ഉപയോഗിക്കും. ഹിയർ ആൻ ഹോണറബിൾ മാൻ, ആൻ അവർ. ഓക്കെ, ഹിയർ H is consonant but it's pronounced vowel because we add an honorable man, an hour. Okay, an honorable man, an hour. Okay, the first letter H is this word is silent and the first sound we hear is of O. Since O is a vowel, we use an before honor before the words honorable and or. Okay, this is the difference. Okay, then all of you listen. Here, exercise. Fill in the blanks with a or an. This the first time one has been done for you. Here, A and B. A and B എന്ത് ചെയ്യാനാണ്? A and an ഉപയോഗിച്ചിട്ട് fill ചെയ്യാനുള്ളതാണ്. Complete the sentence with a or an. The first sentence has been done for you. ഓക്കെ, ഇവിടെ ആനും എയും ദായും ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് എയും ബിയും ഉള്ള ആക്ടിവിറ്റി. ഓക്കെ, ദിസ് ഈസ് യുവർ ഹോംവർക്ക്. ഓക്കെ, എയും ബിയും ഹോംവർക്കാണ് കേട്ടോ. ഓക്കെ, രണ്ടും ഒരുമിച്ച് തരാണ് ബിക്കോസ് ഇത്
ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. എയും ആനും ദായും എവിടെ യൂസ് ചെയ്യുന്നുള്ളത് അല്ലേ. അപ്പോൾ എയും ബിയും homework. If you have any doubt about this, you can ask me. Okay, then next all of you listen, page number 71. Page number 71. Page number 71. The, where we use the. We use the when we talk about a particular person, place, animal or thing. ഇപ്പോൾ ദ എന്നുള്ളത് ഉപയോഗിക്കുന്നത് പർട്ടിക്കുലർ പ്ലേസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എന്താണ് പേഴ്സൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ തിങ്സിൻ്റെ അടുത്തോ ആയിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ദ എന്നുള്ളത് ഉപയോഗിക്കുക. ഹിയർ റീഡ് ദി സെൻറ്റൻസ്. ഗിവ് മീ ദ സ്മോൾ ഗ്രീൻ ബുക്ക്. ഏതാണ് ദ സ്മോൾ ഗ്രീൻ ബുക്ക്? അതെന്താ ദ ഉപയോഗിക്കാൻ കാരണം? പർട്ടിക്കുലർ പുസ്തകത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഏത് പുസ്തകം? സ്മോളും ഗ്രീനും ആയിട്ടുള്ള ബുക്കിനെ പറ്റിയാണ് അല്ലേ. സ്മോളും ഗ്രീനും ആയിട്ടുള്ള പുസ്തകത്തിനെ പറ്റിയാണല്ലേ പറഞ്ഞത്. അപ്പോൾ പർട്ടിക്കുലർ പുസ്തകം ആയതുകൊണ്ടാണ് അവിടെ എന്ത് ഉപയോഗിച്ചത്, ദ. ഗിവ് മീ ദ സ്മോൾ ഗ്രീൻ ബുക്ക്. ദ ആപ്പിൾസ് ഇൻ ദ ബാസ്ക്കറ്റ് ആർ ജ്യൂസി. ആ ബാസ്ക്കറ്റിലുള്ള ആപ്പിളിനെ കുറിച്ച് മാത്രമാണോ പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണ്, ദ ആപ്പിൾ ഇൻ ദ ബക്കറ്റ് ആർ ജ്യൂസി എന്നാണ് അല്ലേ. ബിക്കോസ് ഹിയർ യൂസ് ദ. ഓക്കെ, ദെൻ we also use the when we talk about a person, a place or animal thing that has already been spoken about. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ സ്ഥലത്തിനെ കുറിച്ചോ തിങ്സിനെ കുറിച്ചോ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും, ദ ഉപയോഗിക്കും. ഓക്കെ, ഇവിടെ ഓക്കെ, ഹിയർ സം എക്സാമ്പിൾ. A gang of thieves robbed my neighbor's house last week. The gang was caught soon after. ഇതിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഡിഫറൻസ് എന്നുള്ളത് പറഞ്ഞുതരാം. ദ ഗാങ് ഓഫ് തീവ്സ്. ദ ഗാങ് ഓഫ് തീവ്സ് The gang of thieves robbed. The gang of thieves robbed my neighbor's okay, then neighbor's house last week the gang was caught. The gang was caught soon after. Okay, here one sentence. The gang of thieves robbed my neighbor's house last week. The gang was caught. A gang caught soon after. All of you listen. What is the difference? We already told that we also use the when we talk about a person, place, animal or thing that has already been spoken about. Already പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എന്താണ്, ഇതാ ഉപയോഗിക്കില്ല. ഹിയർ എ ഗ്യാങ് ഓഫ് തീവ്സ് റോബ്ഡ് മൈ നെയ്ബേഴ്സ് ഹൗസ് ലാസ്റ്റ് വീക്ക്. ദ ഗ്യാങ്, ഏത് ഗ്യാങ്? ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഗ്യാങ്ങിനെ കുറിച്ചല്ലേ. ദ ഗ്യാങ് വാസ് കോട്ട് സൂൺ ആഫ്റ്റർ. ഏത് ഗ്യാങ് ആണ്? അവിടെ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത ഗ്യാങ്ങിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് അല്ലേ. ഓക്കെ, ബിക്കോസ് വി യൂസ് ദ. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. I saw a child walking with his mother yesterday. The child was very naughty. Okay, I saw a child walking with his mother yesterday. The child was very naughty. Which child? Yes, I was
ഐ സോ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ കണ്ട ആ കുട്ടി അല്ലേ, ആ കുട്ടീനെ കുറിച്ച് വീണ്ടും മെൻഷൻ ചെയ്തപ്പോൾ എന്താണ് അവിടെ ദ ചൈൽഡ് എന്ന് യൂസ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ തിങ്. ഓക്കെ, നെക്സ്റ്റ് വി ഓൾസോ യൂസ് ദ വിത്ത് ദ ഫോളോയിങ്. ഇനി നമ്മൾ മെയിനായിട്ട് ദ എവിടേക്ക് യൂസ് ചെയ്യുന്നു നോക്കാം. വോൾ ക്ലാസ് ഓഫ് ആനിമൽ, ദ ക്രോക്കഡൈൽ ഇസ് എ ലാർജ് റെപ്റ്റൈൽ. റിവേഴ്സ്, സീസ്, ഓഷ്യൻസ്, റിവേഴ്സിൻ്റെ സീൻ്റെ ഓഷ്യൻസിൻ്റെ ഒക്കെ അടുത്ത് ചേർക്കുക എന്താ ദ ഗംഗ, ദ അറേബ്യൻ സീ, ദ ഇന്ത്യൻ ഓഷ്യൻ. നെക്സ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ഏതാ ദ ഹിമാലയൻ, ദ ആൽപ്സ്. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, നാച്ചുറൽ ഒബ്ജക്ട് ദാറ്റ് ആർ വൺ ഓഫ് കൈൻഡ്. ഓക്കെ, ദ സൺ, ദ മൂൺ, ദ മിൽക്കി വേ. ഓക്കെ, ദിസ് ഇസ് ദ ടേബിൾ വെർ വി യൂസ് ദ, എവിടെയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ്. ഓക്കെ, ഓൾ ഓഫ് യു റീഡ് ദിസ് table. Okay, then next page number 72. Page number 72. We do not use the with the following. Okay, ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ദ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്? പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ എവിടെയാണ്? മുംബൈ, നോട്ട് ദ മുംബൈ. ഷീന ഗുപ്ത, ദ ഷീന ഗുപ്ത, നോ, അത് യൂസ് ചെയ്യില്ല അല്ലേ. എക്സ്പ്രഷൻസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ദ യൂസ് ചെയ്യും അല്ലേ. ദെൻ അൺകൗണ്ടബിൾ നൗൺസ് അൺലെസ് ദേ ഹാവ് ബീൻ മെയ്ഡ് പർട്ടിക്കുലർ. ഹണി ഈസ് സ്വീറ്റ്, ദ ഹണി ഈസ് സ്വീറ്റ്, നോട്ട് റോങ്. ദ ഹണി ഓൺ ദ ടേബിൾ ഈസ് സ്വീറ്റ് എന്നുള്ളത് കറക്റ്റാണ്. ഹണി ഓൺ ദ ടേബിൾ ഈസ് സ്വീറ്റ് എന്നുള്ളത് എന്താണ്? റോങ് ആണ് അല്ലേ. വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ് ഐഡിയാസ് ഓർ ക്വാളിറ്റീസ്, എങ്ങനെ? ഹ്യൂമാനിറ്റി ഈസ് എ വെർച്യൂ, ദ ഹ്യൂമാനിറ്റി ഈസ് എ വെർച്യൂ എന്നുള്ളത് തെറ്റാണ്. ദ ഹ്യൂമാനിറ്റി ഈസ് എ വെർച്യൂ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ്. ഓക്കെ, ദിസ് ഈസ് ദ ടു ടേബിൾസ് വെർ വി യൂസ് ദ ആൻഡ് വെർ വി ഡു നോട്ട് യൂസ് ദ എന്നുള്ളത്. Okay, then exercise. Next, all of you listen. Exercise part. Fill in the blanks with the correct option from the bracket. One has been done for you. Okay, firstly, here's some sentence and pick the correct answer. Fill in each blank with the correct options from the bracket. One has been done for you. Okay, first one. This is dash wanted. The court എന്നുള്ളതാണ് correct answer. Okay, then Shimla is to dash of Delhi. Shimla to dash of Delhi. The north ആണോ? Only north. Shimla is to ദ നോർത്ത്. പെർട്ടിക്കുലർ നോർത്ത് ആണല്ലേ പറഞ്ഞത്, പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്, ബിക്കോസ് ദ നോർത്ത്. ഓക്കെ, സെക്കൻഡ് വൺ ദ നോർത്ത്. ഓക്കെ, ദ നോർത്ത്. ദെൻ ഡാഷ് ഈസ് മൈ ഫേവറേറ്റ് സിറ്റി. ദ കൊച്ചി, കൊച്ചി. ഓക്കെ, വിച്ച് വൺ ഈസ് കറക്റ്റ്? യെസ്, കൊച്ചി, നോട്ട് ദ കൊച്ചി. Kochi. Then fourth one. This is dash time that I have come to Darjeeling. Okay, here the first time or first. This is the first time. Yes, very good. This is the first time. This is the first time that I have come to Darjeeling. Okay, then 73. We need dash and dash to leave. We need dash and dash to leave. The food or food? Food. Yes, food. Not the food. Okay. Food and dash to leave. Which one? Water. The water, not water. Water. Okay, then sixth one.
He is dash students in our class. Sincerest, the sincerest. Which one is correct answer? You say the answer. Yes, very good. The sincerest. Sixth one. The sincerest. Sincerest. Then seventh one. Dash is in Mumbai. Okay, here answer Gateway of India. The Gateway of India. Which is the correct answer? Which is the correct answer? The Gateway of India. Particular I പറഞ്ഞതാണല്ലേ. Seventh one, the Gateway of India. The Gateway of India. The Gateway of India. Okay, dash, last one. Dash man did not keep the wallet and return it to dash. Which one? The honest. The honest. The honest man did not keep the wallet and return it to the owner. Yes, the owner. Okay, this is the answers. Second one, the north. Third, Kochi. Fourth, the first. Fifth, food and water. Then sixth, the sincerest. Seventh, the Gateway of India. And eighth, the honest, the honor. Okay, this is one. Okay, then last one. D. There is an error in each sentence. Underline the error and rewrite the sentence correctly. One has been done for you. Here, Tarun came to school in a car. Tarun came to school in a car എന്നാണ് അല്ലേ. അവിടെ ആൻഡ് മാർട്ടിക്കിൾസ് ആണ് തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ഹിയർ ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത്? സൺ എന്നുള്ളതാണോ? ഓക്കെ, ദെൻ ഡി ഈസ് യുവർ homework. ഓക്കെ, ഡി homework ആണ്. Okay, then in this chapter we discuss a and the, where we use a and the. Okay, you already studied about this third, second, first standard also. Then a, b and d also your homework. Okay, do yourself. If you have any doubt about a and the, you can ask me. Okay, we can wind up today's class. Thank you.